അപ്പോൾ മൊഡ്യൂൾ ഫോർ ഗെയിം തിയറി. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ ഇൻ എ സർട്ടൺ ഗെയിം പ്ലെയർ എ ഹാസ് 3 പോസിബിൾ ചോയ്സസ് LMN. പ്ലെയർ ബി ഹാസ് 2 ചോയ്സസ് PNQ. പേയ്മെൻറ്റ്സ് ആർ ടു ബി മെയ്ഡ് അക്കോർഡിംഗ് ടു ദ ചോയ്സസ് മെയ്ഡ്. അവർ ചെയ്ത ചോയ്സസ് ആണ് ഇത് ക്വസ്റ്റ്യൻ തരും. വാട്ട് ആർ ദ ബെസ്റ്റ് സ്ട്രാറ്റജീസ് ഫോർ പ്ലെയർ എ ആൻഡ് ബി? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ ഗെയിം? അപ്പോൾ ഇതിൽ സംഭവിച്ചാൽ പ്ലെയർ എ ആൾക്ക് 3 ചോയ്സസ് ഉണ്ട് മേക്ക് ചെയ്യാൻ. അതേപോലെ പ്ലെയർ ബിക്ക് 2 ചോയ്സസും ഉണ്ട്. ഇതിൽ അവർ ഏത് ചോയ്സ് എടുക്കുന്നോ അതനുസരിച്ച് അവർക്ക് പ്രോഫിറ്റും ലോസും ഉണ്ടാവും. അതായത് ഇപ്പോൾ പ്ലെയർ എ എന്ന് പറയുന്ന ആൾ L എന്ന ചോയ്സ് എടുത്തു, പ്ലെയർ ബി എന്ന് പറയുന്ന ആൾ P എന്ന ചോയ്സ് എടുത്തു. അപ്പോൾ എന്ത് സംഭവിക്കും? A Bന് 3 രൂപ അടയ്ക്കേണ്ടി വരും. ഇൻ കേസ് പ്ലെയർ എ L ചൂസ് ചെയ്തിട്ട് പ്ലെയർ ബി Q ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ B Aന് 3 രൂപ അടയ്ക്കേണ്ടി വരും. അപ്പം ഇങ്ങനെ ചോയ്സസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആൾ എങ്ങോട്ട്, ആർക്ക് പ്രോഫിറ്റ് ആർക്ക് ലോസ് എന്ന് പറയേണ്ടി വരും. ഈ ഗെയിം തിയറിയിലെ മിക്ക ക്വസ്റ്റ്യനും ഒരു സീറോ സം ആയിരിക്കും. ഞങ്ങൾ സീറോ സം മാത്രമേ പഠിക്കും. അതായത് ഇവിടെ പൈസ അധികമോ എക്സ്ട്രയോ കുറവോ ഒന്നും വരുന്നില്ല. ഇവിടെ എയിൻ്റെ എത്ര പോകുന്നു അത് ബീന് കിട്ടുന്നുണ്ട്, ബീൻ്റെ എത്ര പോകുന്നു എ കിട്ടുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി ഒരു അനാലജി പറയാം. പ്ലെയർ എ എന്ന് പറയുന്നത് iOS, പിന്നെ പ്ലെയർ ബി എന്ന് പറയുന്നത് സാംസങ്. പ്ലെയർ എക്കും പ്ലെയർ ബിക്കും റവന്യൂ ജനറേറ്റ് ചെയ്യണം. അപ്പോൾ iOSൻ്റെ 3 റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള 3 സ്ട്രാറ്റജി. ഒന്ന്, നല്ല ആഡ് ഉണ്ടാക്കുക. അടുത്തത്, പഴയ ഫീച്ചേഴ്സ് ഇറക്കിയിട്ട് പുതിയ ഇന്നോവേഷൻ എന്ന് പറയുക. അടുത്തത് ആവശ്യമില്ലാത്ത ഫീച്ചേഴ്സ് ഇരിക്കട്ടെ. പിന്നെ സാംസങ്ങിൻ്റെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ 2 സ്ട്രാറ്റജി. ഒന്ന്, നല്ല ആഡ് ഇറക്കുക. 2, iOSനെ കോപ്പി അടിക്കുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് സ്ട്രാറ്റജി ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ iOS വിചാരിച്ച് ഇപ്പോൾ സാംസങ് എന്തായാലും iOSനെ കോപ്പി അടിക്കണം എന്നുള്ള സ്ട്രാറ്റജി ചൂസ് ചെയ്തു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ. അപ്പോൾ iOS എന്ത് വിചാരിച്ച് സാംസങ് ഇപ്പോൾ iOSനെ കോപ്പി അടിക്കല്ലേ, അപ്പോൾ iOSനെ കോപ്പി അടിക്കുന്നതിനെ കളിയാക്കുന്ന രീതിയിലൊരു ആഡ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായി? പ്ലെയർ ബി P ചൂസ് ചെയ്ത്, പ്ലെയർ എ L ചൂസ് ചെയ്തു, L P ചൂസ് ചെയ്തു. അപ്പോൾ A pays B. തിരിഞ്ഞു. ഇവിടെ A pays B ആണ്. പക്ഷെ നമ്മുടെ സിറ്റുവേഷനിൽ ആപ്പിളിന് പ്രോഫിറ്റ് കിട്ടും, സാംസങ്ങിന് ലോസ് ആവും. അപ്പോൾ B Aക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ അനാലജി. അങ്ങനെ ഈ ഒരു സെറ്റ് കിട്ടും. ഇനി ഇതിനെ നമുക്ക് പേ ഓഫ് മെട്രിക്സ് ഉണ്ടാക്കണം. പേ ഓഫ് മെട്രിക്സ് ഒന്നും ഉണ്ടാക്കൊന്നുമില്ല. ആദ്യം പ്ലെയർ എനെ ഇവിടെ കോളത്തിൻ്റെ സൈഡിൽ എഴുതും, പ്ലെയർ ബിനെ റോയിൻ്റെ സൈഡിൽ എഴുതും. എന്നിട്ട് പ്ലെയർ എയുടെ അവൈലബിൾ സ്ട്രാറ്റജി LMN, പ്ലെയർ ബിയുടെ അവൈലബിൾ സ്ട്രാറ്റജി PNQ. എന്നിട്ടൊരു മെട്രിക്സ് വരയ്ക്കും. ഇങ്ങനെ മെട്രിക്സ് വരയ്ക്കും. ഇനി ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ട ഒരു സാധനം, ഈ ഒരു മെട്രിക്സിൻ്റെ അകത്തെ വാല്യൂസ് എയിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലായിരിക്കും. ഇവിടെ ആരാണ് എഴുതുന്നത് അയാളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലായിരിക്കും ഈ മെട്രിക്സിൻ്റെ വാല്യൂസ്. അതായത് ഇപ്പോൾ ഇവിടെ -3 എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ പ്ലെയർ ബി Pയും പ്ലെയർ എ Lയും ആണ്. ഇവിടെ നമ്മൾ പറയും LP ചോയ്സ് എടുക്കുകയാണെങ്കിൽ A pays B 3. അതായത് എയിൻ്റെ 3 രൂപ പോയി. അപ്പോൾ അതാണ് ഇവിടെ -3, എയിൻ്റെ 3 രൂപ പോയി. അതേപോലെ ഇവിടെ 3 എന്ന് വെച്ചാൽ LQ, B pays A 3. അപ്പോൾ ബിന്ന് പോയി, പക്ഷേ എയിന് 3 രൂപ കിട്ടി. നമ്മൾ എയിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ മാത്രമേ നോക്കാവൂ. എയിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ മാത്രം നോക്കാവൂ. അപ്പോൾ ഇവിടെ എയിന് 3 രൂപ കിട്ടി, സോ ഇവിടെ 3 എഴുതി. പിന്നെ PM A pays B 2, എയിന്ന് 2 രൂപ പോയി, അപ്പം -2. അതേപോലെ MQ B pays A 4, എയിന് 4 രൂപ കിട്ടി, 4. NPന് B pays A 2, എയിന് 2 രൂപ കിട്ടി. അതേപോലെ ഇവിടെ എയിന് 3 രൂപ കിട്ടി. അങ്ങനെ ഈ മെട്രിക്സ് ഫോം ആയി. ഇനി നമ്മൾ 2 അസംഷൻ എടുക്കുന്നു.
ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ അകത്ത് പ്ലെയർ എയും പ്ലെയർ ബിയും ഹൈ പ്രോഫിറ്റ് സീക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് രണ്ടുപേർക്കും ലോസ് വേണ്ട, രണ്ടുപേർക്കും പ്രോഫിറ്റ് വേണം. അപ്പോൾ രണ്ടുപേർക്കും പ്രോഫിറ്റ് വരുന്ന രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. പിന്നെ അടുത്തത് ബോത്ത് നോ ഈച്ച് അതർ സ്ട്രാറ്റജി. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞ ആപ്പിൾ 3 സ്ട്രാറ്റജി ഉണ്ട്, സാംസങ് 2 സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ ഈ ആപ്പിൾ എന്ത് സ്ട്രാറ്റജി എടുക്കുന്നെന്ന് സാംസങ്ങിനെ അറിയാം. അപ്പോൾ ആപ്പിൾ ഇപ്പോൾ സാംസങ്ങിനെ കളിയാക്കുന്ന രീതി ആഡ് എടുക്കാൻ പോകുന്നു എന്ന് പറയുകയാണെങ്കിൽ സാംസങ്ങിന് അത് അറിയാം, അങ്ങനെ അവരത് ഉണ്ടാക്കാൻ പോകുന്നത്. സോ അവർ iOSൻ്റെ അപ്ഡേറ്റ് ഇറക്കുന്നതിന് പകരം അവർ വേറെ ആഡ് ഇറക്കാൻ വേണ്ടി ചൂസ് ചെയ്യും. ആ ഒരു ലോജിക്കാണ് ഇവിടെ ഈ സാധനങ്ങൾ എഴുതാൻ യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഇവിടെ റോസിൻ്റെ മിനിമം എടുക്കുക. ഇവിടെ റോസിൻ്റെ മിനിമം എടുക്കുക, അതെടുത്ത് ഇവിടെ എഴുതുക. ഇവിടെ കോളത്തിൻ്റെ മാക്സിമം എടുത്ത് ഇവിടെ എഴുതുക. എന്നിട്ട് ഈ ഒരു സംഭവങ്ങൾ, ഇതിപ്പോൾ മിനിമം അല്ലേ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ മിനിമത്തിൽ ഏറ്റവും മാക്സിമം വാല്യൂ എടുക്കുക, അതിനെ മാക്സിമം എന്ന് വിളിക്കും. മാക്സിമം ഓഫ് മിനിമം, അതാണ് മാക്സിമം. അതേപോലെ ഇവിടെ തിരിച്ച്, ഇവിടെ മാക്സിമം എടുത്ത് എഴുതിക്കില്ല, അതിൽ ഏറ്റവും മിനിമം എടുക്കും. മിനിമം ഓഫ് മാക്സിമം, മിനിമാക്സ്. പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പ്ലെയർ എ എല്ലെന്നും പറഞ്ഞ സ്ട്രാറ്റജി ചൂസ് ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇനി പ്ലെയർ ബി, ഇപ്പോൾ നമ്മൾ അസംഷൻ അനുസരിച്ച് ബോത്ത് നോ ഈച്ച് അതർ സ്ട്രാറ്റജി. പ്ലെയർ ബിക്ക് മനസ്സിലായി പ്ലെയർ എ എൽ എന്തായാലും ചൂസ് ചെയ്തു. അപ്പോൾ പ്ലെയർ ബിക്ക് ഏത് ചൂസ് ചെയ്താലാണ് ലാഭകരം, അത് നോക്കണം. ഇവിടെ ഞാൻ പറഞ്ഞ് ഇവിടെ ഉള്ള നമ്പേഴ്സ് എല്ലാം പ്ലെയർ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് എന്ന് പറയുന്ന പ്ലെയർ എക്ക് പൈസ പോവും, പക്ഷേ പ്ലെയർ ബിക്ക് ആ പൈസ കിട്ടുക. അപ്പോൾ നമ്മളിപ്പോൾ എല്ല് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ -3 ഉണ്ട്, 3 ഉണ്ട്. ഇത് പ്ലെയർ ബീൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ, ഇവിടെ -3 എന്ന് പറയുന്ന പ്ലെയർ ബിക്ക് 3 രൂപ കിട്ടുവാണ്. +3 എന്ന് പറയുന്നത് പ്ലെയർ ബീൻ്റെ കയ്യിൽ നിന്ന് 3 രൂപ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പ്ലെയർ ബി ഏതായിരിക്കും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് സീക്കാൻ സെലക്ട് ചെയ്യുന്നത്? ഇതായിരിക്കും, പി ആയിരിക്കും, -3. അപ്പോൾ -3 എടുത്ത് തരും. അതേപോലെ എം എന്ന സ്ട്രാറ്റജി പ്ലെയർ എ ചൂസ് ചെയ്തു എന്ന് പ്ലെയർ ബിക്ക് മനസ്സിലായി. അപ്പോൾ പ്ലെയർ ബി ഏതെടുക്കും? -2, കാരണം അവിടെ 2 രൂപ പ്ലെയർ ബിക്ക് കിട്ടുവാണ്. ഇവിടെ 4 രൂപ പ്ലെയർ ബിയുടെ ഒന്ന് പോവുക, അപ്പോൾ ഏറ്റവും പ്രോഫിറ്റ് -2. അതേ ലോജിക്ക് തന്നെ ഇവിടെ 3 രൂപ പോകും, ഇവിടെ 2 രൂപ പോകത്തേ ഉള്ളൂ. മാക്സിമം 2 രൂപ പോകത്തുള്ളെങ്കിൽ അത് എടുത്തു തരും. പിന്നെ ഈ കോളം എഴുതാൻ നേരത്ത് ഇവിടെ കോളത്തിൽ പ്ലെയർ ബി ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യും. ഇപ്പോൾ പി അല്ലെങ്കിൽ ക്യൂ, ഒരു പി ചൂസ് ചെയ്തു. അപ്പോൾ പ്ലെയർ എക്ക് മനസ്സിലായി പ്ലെയർ ബി പി ചൂസ് ചെയ്തു. അപ്പോൾ ഈ ഒരു കോളത്തിൽ പ്ലെയർ എക്ക് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വാല്യൂ ഏതാ? ഇത് പ്ലെയർ എയുടെ പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. ഇവിടെ ബി ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് എക്ക് പ്രോഫിറ്റ് ചെയ്താൽ നോക്കുമ്പോൾ ഇവിടുത്തെ നെഗറ്റീവ് എല്ലാം ലോസ് ആയിരിക്കും, പോസിറ്റീവ് എല്ലാം പ്രോഫിറ്റ് ആയിരിക്കും, കാരണം എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രോഫിറ്റ് ആയിട്ടുള്ള 2 എൻ എന്ന സ്ട്രാറ്റജി, അപ്പോൾ 2 എഴുതി. അതേപോലെ പ്ലെയർ ബി ക്യൂ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3, 4, 3 അതിൽ ഏറ്റവും കൂടുതൽ ഏതാ? ഇത് 4. അപ്പോൾ എം എന്ന സ്ട്രാറ്റജി ചൂസ് ചെയ്താൽ പ്ലെയർ ബിക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കും 4. ഇനി നേരത്തെ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇനി മാക്സിമം എടുക്കുന്നത് എന്തിനാണ്? മാക്സിമം എടുക്കുന്നത് ഈ പ്ലെയർ എയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിനാണ്. അപ്പോൾ ബി എന്തായാലും ഇതിലെ 3 സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോൾ ബി ഏത് ചൂസ് ചെയ്യുമെന്ന് ഒരു അനാലിസിസ് റിപ്പോർട്ട് പോലെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി ഏതാണ് ഏറ്റവും പ്രോഫിറ്റബിൾ എന്ന് നോക്കും. അപ്പോൾ അതിൽ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഈ 2 ആണ്, അതിനെ മാക്സിമം എന്ന് വിളിക്കും, മിനിമത്തിലെ മാക്സിമം. അതേ ലോജിക്ക് തന്നെ ഇവിടെ പ്ലെയർ ബി ഒരെണ്ണം എടുക്കുമ്പോൾ പ്ലെയർ എ പ്രോഫിറ്റബിൾ ആയിട്ട് ഉള്ള ഒരു അനാലിസിസ്, അതായത് പ്ലെയർ ബി ഇത് ചൂസ് ചെയ്താൽ പ്ലെയർ എക്ക് പ്രോഫിറ്റ് വരാനായിട്ട്, ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് വരാനായിട്ട് അവരേത് എടുക്കും എന്ന് അവരൊരു അനാലിസിസ് നടത്തുമല്ലോ, ആ ഒരു അനാലിസിസ് റിപ്പോർട്ട് പോലെയാണ് ഈ സാധനം. ഇതിൻ്റെ അകത്ത് പ്ലെയർ ബിക്ക് ഏതായിരിക്കും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ്? ഇവിടെ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ആണ് എല്ലാ നമ്പറും, അപ്പോൾ ഏറ്റവും കുറവായിരിക്കും പ്ലെയർ ബിക്ക് പ്രോഫിറ്റ് കൂടുതൽ. അപ്പോൾ ഇവിടെ 2 ആണ് പ്രോഫിറ്റ് കൂടുതൽ, അപ്പോൾ ഇത് മിനിമാക്സ്. ഇത് 2 സെലക്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ വാല്യൂ ഓഫ് ഗെയിം 2 എന്ന് കിട്ടി. ഈ വാല്യൂ ഓഫ് ഗെയിം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിമിൽ ഒറ്റത്തവണ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒറ്റത്തവണ കളിക്കുമ്പോൾ എത്ര 2 പേർക്കും കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി കളിക്കുന്ന കളിയിൽ പറഞ്ഞാലോ ഒന്നും കൂടെ പറയാം.
വാല്യൂ ഓഫ് ഗെയിം എന്ന് വെച്ചാൽ ഇവിടെ പ്ലെയർ എയ്ക്കും പ്ലെയർ ബിക്കും മാക്സിമം പ്രോഫിറ്റ് എത്ര കിട്ടും ഈ ഒരു ഗെയിം കളിച്ചാൽ. വേറെ ഇപ്പോൾ ഈ ഒരു 2 കളിക്കാതെ വേറെ എന്തെങ്കിലുമൊക്കെ കളിച്ചാൽ പ്ലെയർ എയ്ക്ക് ചിലപ്പോൾ ഉള്ളതിലും പോവാം, ഈ 2ൽ നിന്ന് വീണ്ടും കുറയാം പ്ലെയർ എയുടെ നിന്ന് പോകുന്നത്. അപ്പം ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് സൊല്യൂഷനാണ് 2. അതാണ് വാല്യൂ ഓഫ് ഗെയിം. അത് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് വാല്യൂ ഓഫ് ഗെയിം 2 ഡയറക്റ്റ് എഴുതാൻ പറ്റി. കാരണം മാക്സിമിൻ 2, മിനിമാക്സും 2, ഈ 2 സാധനവും സെയിം ആണെങ്കിൽ അതൊരു കണ്ടീഷനാണ്. മാക്സിമിനും മിനിമാക്സും സെയിം ആണെങ്കിൽ അത് സാഡിൽ പോയിൻ്റ് ആവും. ഈ ഒരു 2 എന്ന് പറയുന്നത് സാഡിൽ പോയിൻ്റ് ആവും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി, അവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഒറ്റ കളിയിൽ ഇവർക്ക് 2 പ്ലെയർ എയ്ക്ക് 2 കിട്ടും, പ്ലെയർ ബിക്ക് 2 ലൂസാവും. അതാണ് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഔട്ട്കം. ഇനിയുള്ള ക്വസ്റ്റ്യനിൽ വരുമ്പോൾ മിക്സഡ് സ്ട്രാറ്റജി വരും. അത് ഈ സാഡിൽ പോയിൻ്റ് കിട്ടാത്ത സമയത്താണ് ഇവിടെ വേറെ നമ്പർ കയറി വരും. അപ്പോൾ മിക്സഡ് സ്ട്രാറ്റജി യൂസ് ചെയ്യും. അപ്പോൾ വാല്യൂ ഓഫ് ദ ഗെയിം കിട്ടി. അപ്പോൾ നമുക്കെന്താ ബെസ്റ്റ് സ്ട്രാറ്റജി ഏതാ, പ്ലെയർ ബി പി ചൂസ് ചെയ്യുന്നതും പ്ലെയർ എ എൻ ചൂസ് ചെയ്യുന്നതും ബെസ്റ്റ് സ്ട്രാറ്റജിയും കിട്ടി, വാല്യൂ ഓഫ് ദ ഗെയിം 2ഉം കിട്ടി. പിന്നെ ഇതെന്ത് ടൈപ്പ് ഗെയിമാണ്? 2% സീറോ സം ഗെയിം. സീറോ സം ഗെയിം ഞാൻ പറഞ്ഞല്ലോ, ഒരാളുടെ നിന്ന് പോകുന്നത് മറ്റേ ആൾക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ അധികമോ കുറവോ ഒന്നുമില്ല. വിത്ത് സാഡിൽ പോയിൻ്റ്, ഇവിടെ സാഡിൽ പോയിൻ്റ് കിട്ടി. പിന്നെ 2%, 2 ആൾക്കാരേ ഉള്ളൂ, എയും ബിയും ഉള്ളൂ. അപ്പോൾ ഈ ഒരു സാധനത്തിൽ ഒറ്റ സ്ട്രാറ്റജിയെ കളിക്കത്തുള്ളൂ. അതിനാണ് പ്യുവർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പ്യുവർ സ്ട്രാറ്റജി ഒറ്റ തവണ കളിക്കും. മിക്സഡ് സ്ട്രാറ്റജി ആകുമ്പോൾ ഒന്നിൽ കൂടുതൽ അവിടെ പ്രോബിലിറ്റി അനുസരിച്ചാണ്. ഒന്നിൽ കൂടുതൽ നേരം കളിച്ചിട്ട് അതിൽ ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി ഏതിനാണ് എന്ന് ചെക്ക് ചെയ്യും. അത് പിന്നെ പറയാം.